ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പൊ ഇന്നത്തെ റെസിപ്പിയെ നല്ല അടിപൊളി ഒരു ക്യാബേജ് തോരനാണ്. നമ്മളെ ക്യാബേജും അതിനകത്ത് കുറച്ച് ബീൻസും കൂടെ ചേർത്ത് അതിനു വേണ്ടി കുറച്ച് തേങ്ങായ, അതുപോലെ ഉള്ളി, നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുക. ഇത് സവോളയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒരു ചെറിയ സവോള, കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരു 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് ഉഴുന്നുപരിപ്പാണ്. നമുക്ക് കുറച്ച് കടുകും വേണം. അപ്പം നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ആ കടുക് ഒന്നും പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിട്ട് തോരൻ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ആ ഉഴുന്നുപരിപ്പിനെ ഒന്ന് ഇളക്കി കൊടുക്കണം, അത് കരിഞ്ഞു പോവല്ലേ. അതിലേക്ക് ഇനിയും നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങയും ഈ ഉള്ളിയും കൂടെ നല്ല കൈവച്ച് നല്ലവണ്ണം ഒന്ന് തിരുമി എടുത്ത് വേണം. നിങ്ങൾക്ക് അരകല്ലിൽ ഒന്ന് ചതച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെ നല്ലത്. അതിന് ഇവിടെ കേരളത്തിന് വെളിയിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് ഇത്. കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുത്താൽ മതി. എന്നിട്ട് ആ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം തന്നെ നല്ല മണമാണ് ഈ റൂം ഫുള്ള്. ഇനി ഇതിലേക്ക് നമ്മള് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിന്റെ എല്ലാം പച്ചമണം മാറാന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണാണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് മഞ്ഞ കളർ വേണ്ട, വെള്ള കളറിലുള്ള തോരനാ വേണ്ടിയെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കണ്ട. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മള് ഈ ക്യാബേജ് ചേർക്കുമ്പോഴും നമ്മൾ ക്യാബേജ് കൈവച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ തോരനൊരു പ്രത്യേക രുചിയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നിങ്ങള് ഈ തേങ്ങ എല്ലാം ചതച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അരപ്പെല്ലാം കൂടെ ചേർത്ത് ഒരു സ്പൂണ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഞാനൊരു 1 സ്പൂണ് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുത്തു. കാര്യം ഈ ക്യാബേജില് ഒരുപാട് അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങാനില്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഇനിയും ചെറിയ തീയിലിട്ടാണ്, ലോ ഫ്ലെയിമിലാണ് ഇനി ഇത് കുക്ക് ചെയ്യുന്നത്. അടച്ചു വെച്ച് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് ഇരുന്നാൽ മതി, ക്യാബേജ് വേവും. ഇത് മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് താഴെ എടുത്തുള്ളൂ. ഇത് അരിയാനും തേങ്ങാപ്പീര ഉണ്ടാക്കാനും എല്ലാം കൂടെ ഇത് 5 മിനിറ്റ് അടുപ്പേ കുക്ക് ചെയ്യാനിരുന്നുള്ളൂ. ഇത് എനിക്ക് ഒരുപാട് ഇതിന്റെ ക്രഞ്ചിനെസ് പോകുന്ന ഇഷ്ടമല്ല. ഇച്ചിരി ക്രഞ്ചി ആയിട്ടുള്ള ക്യാബേജ് തോരനാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം. അപ്പം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ്, അടിപൊളി തോരൻ. ഇതാണ് നമ്മളുടെ ടേസ്റ്റിയും ഈസിയുമായ ക്യാബേജ് തോരൻ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.